രവി പഴയൊരു ലോഡിംഗ് തൊഴിലാളിയാണ്. 21 വയസ്സിൽ ഇങ്ങോട്ട് ഒളിച്ചോടി വന്നതാണ് ഭാര്യ സൽമ. അവൾക്ക് അന്ന് 18 വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. രവിയെ കാണാൻ കറുത്ത നിറമായിരുന്നു, പക്ഷേ സുന്ദരിയായ സൽമ അയാളുടെ ആകാര ഭംഗിയിലാണ് ആദ്യമേ വീണുപോയത്. നല്ല ഉരുക്ക് പോലെയുള്ള ശരീരം. അവൾ എല്ലാം വിട്ട് എറിഞ്ഞ് അയാളുടെ കൂടെ ഇവിടേക്ക് എത്തി. വളരെ കഷ്ടപ്പെട്ട് ഒരു കുറവില്ലാതെയാണ് രവി അവളെ നോക്കിയത്. 2 മക്കളുണ്ടായി, ജാഫറും ജലീലും. അവർ ഇപ്പോൾ ദുബായിൽ ബിസിനസ് നടത്തുകയാണ്. ഇന്ന് രവി നല്ല പണക്കാരനായി. വലിയ കൊട്ടാരം പോലുള്ള വീട്, ഏക്കർ കണക്കിനുള്ള സ്ഥലത്താണ് ആ വീട്. വലിയ മതിലും വലിയ കാറുകളും ഉണ്ട്. മക്കളുടെ ഭാര്യമാരാണ് സമീറയും സഫിയയും. അവർ സഹോദരിമാരാണ്. അവർ ഒരു സാധാരണ വീട്ടിൽ നിന്നും വന്നതാണ്. ഇപ്പോൾ അവരും ദുബായിലാണ്. സമീറയ്ക്ക് ഒരു കുഞ്ഞുണ്ട്. 3 മാസമൊക്കെ കഴിഞ്ഞു കാണും. സഫിയയ്ക്ക് കുഞ്ഞായിട്ടില്ല. അവരുടെ കല്യാണം കഴിഞ്ഞ് 6 മാസമായിട്ടേ ഉള്ളൂ. ജാഫറിന് 27 വയസ്സ്. കാണാൻ വെളുത്ത നിറം, തടിയുമുണ്ട്. അവന്റെ ഭാര്യ സമീറ നല്ല വെളുത്തിട്ടാണ്. അവൾക്ക് 23 വയസ്സുണ്ട്. ജലീലിന് 25 വയസ്സും, വെളുത്ത നിറം, മെലിഞ്ഞ ശരീരം. ഭാര്യ സഫിയ സമീറയെ പോലെ സുന്ദരിയാണ്. സൽമയ്ക്ക് കഴിഞ്ഞ 2 വർഷമായി അസുഖങ്ങളായിരുന്നു. കൊറോണ സമയത്ത് അത് കൂടി. അവൾ പെട്ടെന്ന് മരിച്ചുപോയി. ഇപ്പോൾ കൊറോണ ഒക്കെ കഴിഞ്ഞു മക്കൾ നാട്ടിലേക്ക് വരികയാണ്. അന്ന് മരിച്ചപ്പോൾ പോലും അവർക്ക് ആർക്കും വരാൻ കഴിയില്ല. രവി ഫോർച്യൂണർ കൊണ്ട് എയർപോർട്ടിൽ കാത്തു നിന്നു. ദൂരെ നിന്ന് മക്കളും മരുമക്കളും വരുന്നത് അയാൾ കണ്ടു. മക്കൾ അയാളെ അച്ഛൻ എന്നും സൽമയെ ഉമ്മ എന്നുമാണ് വിളിക്കുന്നത്. ജാഫർ ജലീലും വന്നപടെ രവിയെ കെട്ടിപ്പിടിച്ചു. അച്ഛൻ ഇപ്പോഴും അതുപോലെ തന്നെയാണല്ലോ, ഒന്നുകൂടി ഗ്ലാമറായി. ആഹാ, നിങ്ങളെപ്പോലെ ആരോഗ്യം ഞാൻ നോക്കാതിരിക്കില്ല. അച്ഛൻ ഇപ്പോഴും ഗ്രൗണ്ടിൽ പോകുന്നുണ്ടോ? പിന്നെ ഗ്രൗണ്ടിൽ പോകും. വീട്ടിൽ നിങ്ങൾ വെറുതെ വാങ്ങിയിട്ട് ജിമ്മിൽ ഞാൻ വർക്കൗട്ട് ചെയ്യും. ആ കൊള്ളാം. കീ എവിടെ അച്ഛാ? ഞങ്ങൾ വണ്ടി എടുത്തു വരാം. കീ വാങ്ങി അവർ പോയതും പിറകിൽ സമീറയും സഫിയയും വന്ന് നിൽക്കുന്നു. രവി അവരെ കണ്ട് ഞെട്ടിപ്പോയി. സമീറയും സഫിയയും ചുരിദാറിലാണ്. സമീറ പ്രസവം കഴിഞ്ഞ് നല്ലപോലെ പുറത്തു കൊണ്ടുപോയിട്ടുണ്ട്. സഫിയാണെങ്കിൽ അവളും തടിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഷാളിട്ടിട്ടുണ്ട്. രവി കണ്ണു തള്ളി അവരെ തന്നെ നോക്കി നിന്നു. അച്ഛാ, എന്ത് പറ്റി? ഒന്നുമില്ല മോളെ. പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോൾ സന്തോഷം. എവിടെയാണ് പേരക്കുട്ടി? സമീറയുടെ കയ്യിൽ നിന്നും അതിനെ വാങ്ങിച്ചപ്പോൾ രവിക്കും അതൊരു സന്തോഷമായി. വണ്ടി വന്നതും അവരുടെ പിറകെ രവി നടന്നു. ഓ, സഫിയയുടെ ഡ്രസ്സൊക്കെ കാണാൻ എന്താ ഒരു ഭംഗി. രണ്ടുപേരുടെയും കൊള്ളാം. രവി അത് നോക്കി നേരെ അവരുടെ പിറകിലെ സീറ്റിലിരുന്നു. വണ്ടി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവർ ഫ്രഷാകാൻ പോയി. രാത്രിക്കുള്ളത് രവി ഉണ്ടാക്കാനായി അടുക്കളയിൽ പോയി. ലുങ്കി കൊടുത്ത് ഉരുക്ക് പോലുള്ള ശരീരം കാണിച്ച് രവി അടുക്കളയിൽ നിൽക്കുന്നു. ഇപ്പോഴും രവിയുടെ മുടി നരയ്ക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. പക്ഷേ പോലും ഇല്ല. മീശ ഒതുക്കി എപ്പോഴും വിട്ടു നിർത്തും. മീശ മാത്രം നിർത്തും, താടി വെക്കില്ല. കയ്യിലെ മസിൽ ഒക്കെ സൂപ്പറാണ്. രവി ഫുഡ് ഉണ്ടാക്കുമ്പോഴാണ് സഫിയ കുളിച്ച് നൈറ്റിൽ അടുക്കളയിലേക്ക് വന്നത്. ചുവന്ന നൈറ്റിയിൽ അവളെ കണ്ടതും രവിക്ക് നല്ല ഭംഗി തോന്നി. അച്ഛാ, ഞാൻ ഇനി നോക്കാം. വേണ്ട മോളെ, അച്ഛൻ ഇങ്ങ് തന്നെ. അവൾ അടുത്ത് നിന്നപ്പോൾ എന്നെ നല്ല മണം അടിക്കുന്നുണ്ടായിരുന്നു. ദുബായിലെ അത്തറിൻ്റെതാണത്. അച്ഛൻ ഇനി ഇതൊക്കെ ചെയ്യണ്ട. ഞങ്ങളിനി ഇവിടെ തന്നെ കാണും. തിരിച്ചു പോകുന്നില്ല. ആരൊക്കെ? ഞാനും സമീർ താത്തയും. ആണോ? അവർക്ക് ബിസിനസ് തിരക്ക് ആണുപ്പാ. ഞങ്ങൾ അവിടെയും അധികം ഒറ്റയ്ക്കാണ്. അപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുകയാണ് നല്ലത്. ഉപ്പ ഒറ്റയ്ക്കല്ലേ? അത് കുഴപ്പമില്ല. എന്നെ നോക്കണ്ട മോളെ. ഉമ്മ ഉണ്ടായിരുന്നാൽ എന്ത് രസമായിരിക്കും. വല്ലാത്ത കഷ്ടമായി പോയി. എന്തൊക്കെ ഉണ്ടാക്കും ഉമ്മ? എന്തൊക്കെ ഉണ്ടാക്കും? നല്ല ടേസ്റ്റുമായിരിക്കും. രവി അത് കണ്ട് വല്ലാത്ത വിഷമത്തിലായി. കണ്ണിൽ വെള്ളം നിറഞ്ഞു. സഫിയ പെട്ടെന്ന് നോക്കിയപ്പോൾ അത് കണ്ടു. അയ്യോ അച്ഛാ, എന്ത് പറ്റി? സോറി, ഞാൻ ഉമ്മയെ പറ്റി പറഞ്ഞതുകൊണ്ടാണോ? രവി ആകെ തകർന്നു പോയി. സൽമയുടെ ഓർമ്മകൾ അയാളിലേക്ക് വന്ന സമയമായിരുന്നു. സഫിയ അയാളുടെ അടുത്തേക്ക് നിന്നു. അച്ഛാ, സോറി പ്ലീസ്. അവൾ അയാളെ ആശ്വസിപ്പിച്ചു. രവി ആകെ ഞെട്ടിപ്പോയി. സൽമയുടെ ഓർമ്മകളിൽ നിന്നും അയാൾ ഇപ്പോൾ ഏതോ ലോകത്തായ പോലെയായിരുന്നു. അവളെ അയാളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചപ്പോൾ രവി അറിയാതെ തന്നെ അച്ഛാ സോറി, വിഷമിക്കല്ലേ, ഞാൻ ഇനി പറയില്ല, സോറി. രവിക്ക് അവളെ ഒന്നുകൂടെ പിടിച്ച് ആശ്വസിപ്പിക്കാനാണ് തോന്നിയത്. കിട്ടിയ ചാൻസ് ആയിരുന്നു അത്. മോളെ, എനിക്ക് അവളില്ലാതെ വയ്യ. രവി അതും പറഞ്ഞു അവളുടെ വിഷമങ്ങൾ പറഞ്ഞു. മോളെ, നിങ്ങൾക്കറിയോ, എനിക്ക് ആരും ഇല്ലാത്ത പോലെയാണ് ഇവിടെ. ഞാൻ തീർപ്പും. രവി അങ്ങനെ എന്തൊക്കെയോ അവളോട് പറയാൻ തുടങ്ങി. അയാളുടെ കൈകൾ ആകെ അമരാൻ തുടങ്ങി. അച്ഛാ, വിഷമിക്കരുത്. ഞങ്ങളുണ്ട് അച്ഛനെ. ഒരു കുറവില്ലാതെ ഞങ്ങൾ നോക്കും. ഉമ്മ ഇല്ലാതെ അച്ഛനെ ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് ആക്കില്ല. മോളെ, ഇതേപോലെ ഒന്ന് ഞാൻ വിഷമം പറയാൻ ആരും ഇല്ലാതിരിക്കുകയായിരുന്നു. അവൾ പോയപ്പോൾ എനിക്ക് ആരും ഇതുപോലെ ആശ്വസിപ്പിക്കാനുണ്ടായില്ല. അച്ഛാ, ഞങ്ങൾ വരാനായില്ല. അവിടെ ഞങ്ങളും ഇതുപോലെയായിരുന്നു. അച്ഛൻ ഇനി അതൊന്നും ആലോചിക്കരുത് പ്ലീസ്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം വിഷമങ്ങൾ പറഞ്ഞ് കൊഞ്ചിക്കൊള്ളിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു സമീറയുടെ സൗണ്ട് കേട്ടത്. സഫിയ, നീ എവിടെയാ? അടുക്കളയിലാണോ? അവളും രവിയും വേഗം അവിടെ നിന്ന് എഴുന്നേറ്റു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അച്ഛാ കണ്ണൊക്കെ തുറക്കി. താത്ത കാണും. ഇല്ല മോളെ, ഞാൻ നിങ്ങളോടല്ലാതെ ആരെയും അത് കാണിക്കില്ല. സോറി മോളെ. അച്ഛൻ വല്ലാതെ ഇമോഷണൽ ആയപ്പോൾ. സാരമില്ല അച്ഛാ, ഇനി എപ്പോൾ വിഷമം വന്നാലും എൻ്റെ അടുത്തേക്ക് വരണം. ഞാനുണ്ട് ഉപ്പയുടെ കൂടെ. സമീറ അടുക്കളയിൽ വന്നു. ഫുഡ് ഉണ്ടാക്കിയോ? അവളാണെങ്കിൽ ഒരു പച്ച റെഡിയായി താത്ത, അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ? സമീറ പ്ലേറ്റൊക്കെ എടുത്ത് നടന്നപ്പോൾ രവി പക്ഷെ അവൾക്ക് നേരം റൂമിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു സമീറ അവളെ പിടിച്ചു നിർത്തിയത്. എടി, ഇവിടെ എന്താ ചുവന്ന് കിടക്കുന്നത്? ഇവിടെ ഇവിടെ ഇടി, എന്തെങ്കിലും കടിച്ചോ? അപ്പോഴവൾക്ക് ആ കാര്യം ഓർമ്മ വന്നത്. അവൾ രവിയെ നോക്കി. രവി എന്ത് പറയണമെന്ന് അറിയാതെ പരിഭ്രമിച്ചു. അത് എന്തോ നേരത്തെ കടിച്ചാണ്. കുഴപ്പമില്ല, വേദനയൊന്നുമില്ല. ഞാൻ ഇപ്പോൾ വരുന്നത്. അവൾ മുറിയിലേക്ക് പോയി. എല്ലാവരും കഴിക്കാൻ വരാൻ തുടങ്ങി. മോൾ ഉറങ്ങിയോ? ആ, ഉറങ്ങിച്ചാ. അവളെ അവിടെ പിടിച്ച് മാറ്റി നിർത്തി. മോളെ, ഞാൻ വിളമ്പാ. വേണ്ട അച്ഛാ, ഞാൻ അച്ഛനിരുന്നോ? ശേഷം അച്ഛൻ്റെ നിർബന്ധപ്രകാരം അവൾ കസേരയിലിരുന്നു. അങ്ങനെ ഊണൊക്കെ കഴിച്ച് അവൾ മുറിയിലേക്ക് പോയി. കഴുത്തിലെ
ശേഷം ഡ്രസ്സൊക്കെ താഴേക്ക് വന്നു. എല്ലാവരും ഇന്ന് കഴിക്കുമ്പോൾ രവിയുടെയും സഫിയുടെയും സമീറയുടെയും മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തകളായിരുന്നു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും വേഗം കിടന്നു. പക്ഷേ 3 പേരും ഉറങ്ങുന്നത് വരെ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി. രാവിലെ പതിവ് പോലെ രവി ഗ്രൗണ്ടിൽ പോയി. 6 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തി. വർക്കൗട്ട് ചെയ്യാൻ കാർപോസിന് മുകളിലുള്ള ജിം റൂമിൽ പോയി. വിയർത്ത് കുളിച്ച് കിടന്നപ്പോഴാണ് സഫിയ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വന്നത്. ഒരു ട്രൗസർ മാത്രമായിരുന്നു രവിയുടെ ദേഹത്തുണ്ടായിരുന്നു. അച്ഛൻ നേരത്തെ പോയി വന്നു. ആകെ വിയർത്ത് കുളിച്ചല്ലോ. ആ മോളെ, ഇത് കുറേ കാലമായിട്ടുള്ള ശീലമാണ്. മോളെ എന്തിനാ ഇത്ര നേരത്തെ ഉണർന്നേ? ഞാൻ ഉണർന്നു. അപ്പോൾ ഇവിടെ ലൈറ്റ് കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണ്. എനിക്കും ഇത് ചെയ്ത് തടി കുറയ്ക്കണം എന്നൊക്കെ ഉണ്ട്. അതിന് മാത്രം തടിയൊന്നുമില്ല മോൾക്ക്. ഇത്രയൊക്കെ വേണം. ഇതാ മോൾക്ക് ഭംഗി. ആണോ? ഇക്കൊക്കെ തടി കൂടുന്നില്ലെന്ന് പറയാറുണ്ട്. ഇപ്പോഴാണ് മോൾക്ക് നല്ല ഭംഗിയായത്. അത് പറഞ്ഞപ്പോൾ അവൾ നല്ലോണം പറ്റി. ട്രെഡ്മില്ലിൽ എനിക്ക് ഓടണമെന്നുണ്ട്. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. ഞാൻ ഒന്ന് കയറി നോക്കട്ടെ. ഷൂ ഇല്ലല്ലോ മോളെ. മെല്ലെ സ്പീഡ് കുറച്ച് തൽക്കാലം നടന്നാൽ മതി. ഓക്കെ വാ. രവി അവളെ ട്രെഡ്മില്ലിൽ കയറ്റി നിർത്തി. ഇന്നലത്തെ അതേ നൈറ്റ് വേഷത്തിലായതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ അവൾ കയറി നിന്ന് മെഷീൻ ഓണാക്കി. അയ്യോ, എനിക്ക് പേടിയാവുന്നു. വീഴുമോ? ഇല്ല മോളെ, മതി. അയ്യോ, അച്ഛൻ പിറകിൽ നിൽക്കാം. എന്നാ നോക്കാം. അവളോട് ചേർന്ന് രവി പിറകിൽ നിന്ന് തോളി പിടിച്ചു. പേടി പോയോ? അച്ഛൻ പിറകിലുള്ള തീരത്തിലാണേ ഓടാൻ. എന്താ? രവി താഴേക്ക് ഇറങ്ങി. സ്പീഡ് കൂട്ടിയാൽ മതി. ആണോ? ആ, അടിപൊളി, കൊള്ളാം. ഇതുപോലെയല്ലേ? അതെ മോളെ, പുറകിലോട്ട് വല്ലാതെ പോകില്ലേ, വീഴും. മതി മോളെ, കാൽ വേദനിക്കും. അവൾ താഴേക്ക് ഇറങ്ങി. നാളെ മുതൽ ഞാനും ഉണ്ട്. ഓക്കെ, നമ്മളിന്ന് ഗോവയിലേക്ക് പോവുകയാണ്. എന്തിന്? അവിടെ കോവിഡിന് ശേഷം ന്യൂ ഇയർ പരിപാടി ഇത്തവണ നടക്കുന്നുണ്ട്. അടിപൊളിയാകും. ഇക്കാക്കും ജാഫർക്കാക്കും അവിടെ ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. നിങ്ങളല്ലേ പോകുന്നത്? ഞാനില്ല. അതെന്താ? ഞാനില്ല, ഞാൻ എങ്ങോട്ടും പോകാറില്ല. അച്ഛാ, ഗോവയിലൊക്കെ പോയി വരുമ്പോൾ അച്ഛൻ ഒന്നുകൂടെ ഓക്കെ ആവും. വാ അച്ഛാ, പ്ലീസ് മോളെ, നിങ്ങൾ പൊക്കോ. ഇല്ല അച്ഛൻ, അല്ലാതെ ഞങ്ങൾ പോവില്ല. പ്ലീസ്, നോക്കാം. എന്താ അച്ഛാ വരില്ലേ? ഞാൻ ശരിയാകില്ല. അവിടെ ഞാനും സന്മയും പോകണമെന്ന് കരുതിയതായിരുന്നു. നടന്നില്ല. ആണോ? അതെ, അവൾക്ക് നല്ല ആഗ്രഹമായിരുന്നു. പക്ഷേ രവി അവിടെയുള്ള സോഫയിൽ പോയിരുന്നു. അയാൾ പെട്ടെന്ന് തന്നെ തകർന്നു പോയ പോലെ ഇരുന്നു. അവൾ അയാളുടെ അടുത്തേക്ക് പോയി. അച്ഛാ, എന്താ ഇത്? ഉമ്മയുടെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ. എനിക്കറിയാം അച്ഛൻ എത്ര ഉമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അവളെ ഞാൻ പൊന്നു പോലെയാണ് നോക്കിയത്. മരിക്കാൻ കിടക്കുമ്പോൾ പോലും അവളെ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. രവി കരയാൻ തുടങ്ങി. അയാളുടെ ഉള്ളിൽ ആരോടും പറയാനാകാതെയുള്ള വിഷമം കെട്ടിക്കിടക്കുകയായിരുന്നു. അച്ഛാ, അവൾ അയാളുടെ തോളിൽ പിടിച്ചു. അച്ഛന് ഉള്ളിൽ കുറേ വിഷമമുണ്ട്. അതാണ് ഇങ്ങനെ. എന്നോടത് പറയൂ. അതേ മോളെ, ഞാൻ അവൾ മരിച്ചു കിടക്കുമ്പോൾ കരഞ്ഞിട്ടില്ല. എല്ലാം അടക്കി പിടിച്ച് ഞാൻ. അച്ഛൻ ഒന്ന് ശരിക്കും കരഞ്ഞാൽ അച്ഛൻ ഓക്കെ ആകും. എന്നെ കെട്ടിപ്പിടിച്ച് വേണേൽ കരഞ്ഞു. ശരിയാകും. വേണ്ട മോളെ, വേണ്ട. പറഞ്ഞ് കേൾക്ക്. ഇപ്പം ആരുമില്ല. ഞാൻ അച്ഛന് മാത്രമേ ഉള്ളൂ. അച്ഛാ പ്ലീസ്. അച്ഛൻ്റെ വിഷമങ്ങളെല്ലാം അച്ഛൻ കരഞ്ഞു തീർക്ക് മോളെ. അങ്ങനെ രവി പൊട്ടി കരയാൻ തുടങ്ങി. അയാളുടെ ഭാരം നോക്കി താങ്ങാനായില്ല. അങ്ങനെ അവർ സോഫയിലേക്ക് വീണു. രവി പിന്നെയും പൊട്ടി കരയാൻ തുടങ്ങി, ഒരു കുട്ടിയെ പോലെ. അച്ഛാ, ഒന്നുമില്ല, സാരില്ല, അവൾ അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ രവി കരഞ്ഞപ്പോൾ നിർത്തി. സഫിയ അയാളുടെ മുടിയിലും പുറത്തും തലോടിക്കൊണ്ടേയിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? എന്ത് പറ്റി? അച്ഛാ ഓക്കെ ആയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇത്രേ ഉള്ളൂ മോളെ. അവളുടെ അതേ മണമാണ് നിനക്കും. അതാണോ അത് മണത്ത് നോക്കിയത്? അതെ. രവി വീണ്ടും ആ മൂക്കുകൊണ്ട് ആ സ്മെൽ മുക്കിയെടുത്തു. ഇങ്ങനെ അവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അവൾ, ഞാൻ പോകട്ടെ അച്ഛാ, എല്ലാവരും ഉണർന്നു കാണുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങി. അന്നേരം രവി വിളിച്ചു. മോളെ. അച്ഛനറിയാതെ. സോറി. സാരില്ല. അച്ഛൻ ഹാപ്പി ആയല്ലോ, അത് മതി. അങ്ങനെ സഫിയ അവളുടെ മുറിയിൽ പോയി കുളിമുറിയിൽ കയറി. അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നത് അവൾ കുറേ ആലോചിച്ചു. രവിയാണെങ്കിൽ അതുപോലെയായിരുന്നു. മരുമകൾ എന്ത് കരുതി കാണും? മോശമായോ? അയാൾ കാര്യം വിളിച്ച് റെഡി അടുക്കളയിൽ വന്നപ്പോൾ അവിടെ സമീറ ചുതാരക്കിട്ട് ദോശ ഒന്നും ഉണ്ടാക്കുകയാണോ? ആ, അച്ഛൻ വിളിച്ചു വന്നു. ഞാൻ ഇന്നേക്കാൻ വൈകി. ഞാൻ രാവിലെ നേരത്തെ ഗ്രൗണ്ടിലൊക്കെ പോയി വന്നു മോളെ. അച്ഛാ, വൈകിട്ട് നമ്മൾ ഗോവയിൽ പോകും. 2 ദിവസം അവിടെയാണ്. ന്യൂ ഇയർ കഴിഞ്ഞ് ഇങ്ങോട്ട്. ഞാൻ വരണം മക്കളെ? വേണ്ട. വരണം. ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്. അച്ഛനില്ലാതെ അവരെ ഒറ്റയ്ക്കാകാൻ പറ്റില്ല. നല്ല തിരക്കായിരിക്കും. നമുക്ക് ഒരു വീടുണ്ട് അവിടെ. എൻ്റെ കൂട്ടുകാരൻ്റെയാണ്. അവിടെ ആകുമ്പോൾ തിരക്കിലൊക്കെ മാറി നിൽക്കാം. അവിടെ അവൻ്റെ അമ്മയും ജോലിക്കാരിയും ഉണ്ട്. ചെറിയ കൂടി പറഞ്ഞപ്പോൾ രവി ഒന്നുകൂടി ആലോചിച്ചു. പിന്നെ സമീറയെ നിർബന്ധിച്ചു. സഫിയയെ നോക്കിയപ്പോൾ പ്ലീസ് എന്ന് കാണിച്ചു. അപ്പോൾ രവി സമ്മതിച്ചു. എല്ലാവർക്കും സന്തോഷം. എല്ലാവരും പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. രവി എന്തൊക്കെ എടുക്കണമെന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സഫിയ റൂമിലേക്ക് വന്നത്. അച്ഛാ, അവൾ വാതിൽ മെല്ലെ ശരി മോളെ, ഞാൻ എടുത്തു വയ്ക്കാനുള്ള പരിപാടിയിലായിരുന്നു. ആണോ? ഞാൻ കൂടാ. എൻ്റെ കഴിഞ്ഞു. സഫിയ കുളിച്ച് ചുരിദാർ ടോപ്പാണ് വരവ്. ഷാൾ അവളുടെ. ഇതൊക്കെയാണോ അച്ഛാ? അവിടെ നിന്ന് വാങ്ങാലോ. അവിടെ എത്തിയ പിന്നെ ഇതൊന്നും വേണ്ട. നമ്മൾ വിദേശികളെ പോലെയൊക്കെ നടക്കണം. അയ്യോ, ഞാനില്ലേ, എനിക്ക് ലുങ്കി മതി. അതൊക്കെ അവിടെ എത്തിയില്ലല്ലേ. അച്ഛൻ്റെ ഇതല്ലേ അല്ലേ ഉള്ളൂ എടുത്തു വയ്ക്കാൻ. മോളെ, ഞാൻ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ട്? എന്താ അച്ഛാ അത്? ഒന്നുമില്ല. അച്ഛനോട് നിങ്ങൾക്ക് സന്തോഷമാണ്. അച്ഛനെ ഒന്നുകൂടെ ഹാപ്പിയായി കാണണം. മോളെ, താങ്ക്സ്. നീ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കരഞ്ഞു നിർത്തപ്പോൾ ഒരു സുഖം. എന്നെ ഉമ്മയെ പോലെ തോന്നിയോ? അതല്ലേ അങ്ങനെ അവരത് കാണിച്ചത്? അതേ മോളെ, സോറി. എനിക്ക് പെട്ടെന്ന് അവൾ അടുത്തുള്ള പോലെയൊക്കെ തോന്നി. ആണോ? കുഴപ്പമില്ല അച്ഛാ, എനിക്കൊരു ദേഷ്യമില്ല. എന്നാലും ഞാൻ രവി തല കുറിച്ച് നിന്നപ്പോൾ അവൾ അടുത്തേക്ക് പോയി. അച്ഛാ, സാരില്ല, ഇങ്ങോട്ട് നോക്കിക്കോ. ഒന്ന് ചിരിക്കുക നല്ലോണം ഉഷാറായിട്ട്. രവി അങ്ങനെ അവൾക്ക് മുന്നിൽ ചിരിച്ചു കൊടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതിൽ നല്ല കഥകളുമായി നമുക്ക് മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.